ശങ്കരുമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോവല്ലേ? അല്ലേ ശങ്കരു അമ്പലത്തിൽ പോവല്ലേ? ആ ശങ്കരുവിനെ മുണ്ടുടുപ്പിച്ചേക്കാന്ന് ഓർത്ത് അവനെ എടുക്കാൻ പോയി. അവൻ ഭയങ്കര കളിയിലായിരുന്നു. അപ്പം മുണ്ടുടുപ്പിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അടങ്ങി നിൽക്കാൻ ഭയങ്കര പാടാണ്. ലാസ്റ്റ് കാല് നിലത്ത് കുത്തത്തില്ല, ഒത്തിരി തൂങ്ങി കിടക്കുന്നു. ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഇഷ്ടമാണ്. ഇപ്പോൾ അവത്തിലേക്കൊക്കെ നോക്കി അങ്ങ് നിന്നോളും. അങ്ങനെയൊക്കെ കുറച്ച് നേരം അടക്കി നിർത്താമെന്ന് വിചാരിച്ച് അടുപ്പിച്ചും സൂം ചെയ്തും എല്ലാം വെച്ചിട്ടാണ് ഞാൻ അവൻ്റെ മുണ്ടെടുത്തത്. ഇതുപോലത്തെ ഒട്ടിക്കുന്ന മുണ്ടായത് കാരണം അധികം പാടൊന്നും പെടേണ്ട വന്നില്ല. എന്നാലും അവൻ അടങ്ങി നിൽക്കേണ്ട ഒരു പ്രശ്നം. അവൻ്റെ ദേഹത്ത് കൊള്ളാത്ത രീതിയിലൊക്കെ ഒട്ടിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ആൾ ഭയങ്കര കലിപ്പായിരിക്കും. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അച്ഛൻ ഓട്ടോയിൽ കൊണ്ട് അവിടെ വിടാമെന്ന് പറഞ്ഞു. നടക്കാനാണെങ്കിൽ ഒരു കുഞ്ഞുമായിട്ട് നടക്കാനാണെങ്കിൽ ഒരു 20 മിനിറ്റ് എടുത്തുമായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകാനൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റത്തേക്ക് നടന്നു പോകാനുള്ള ദൂരമൊക്കെ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞുമായിട്ടൊക്കെ പോകുമ്പോഴത്തേന് കുറച്ചുകൂടെ സമയം നമ്മൾ എടുക്കുമല്ലോ. ഹോട്ടലൊക്കെ കയറി കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. താളം പിടിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നോളും. മഴയൊക്കെയുള്ള സമയമല്ലേ, എങ്ങാനും മഴ പെയ്താലോന്ന് ഓർത്ത് അമ്മയെ വിളിച്ചൊരു കുടയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം വീട്ടിൽ നിന്ന് പയ്യെ തിരിയുന്നതേ ഉള്ളൂ. അപ്പോൾ തിണ്ണയിൽ അമ്മ നിൽക്കുമ്പോൾ സങ്കടം വരുന്നത് ശങ്കരുവിന്. ഇനി മുന്നോട്ടങ്ങ് പോയി കഴിയുമ്പോൾ ആൾ ഹാപ്പിയാണ്. കാഴ്ചകളൊക്കെ കണ്ടങ്ങ് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള അമ്പലത്തിൽ. ഇനി പോയിട്ട് തിരിച്ചു വരുമ്പം ഞാൻ ഒന്നെങ്കിൽ നടന്നായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ വരുമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേ അമ്പലമാവും. ഇതുപോലെ കാഴ്ചകളൊക്കെ അവന് കൂടുതലും വണ്ടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ വണ്ടി ഒക്കെ കണ്ട് എൻ്റെ മടിയിലങ്ങ് ഇരുന്നു. ഇപ്പം രാമായണ മാസം ആയതുകൊണ്ട് ഇവിടെ രാമായണ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. തൊഴുത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നത് കേട്ടോ. കാരണം അവിടെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. അവിടെ പണിയൊക്കെ നടക്കുന്ന കാരണം നമ്മൾ ഫോണൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണതിൻ്റെ കൂടെ ആൾ പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു. അപ്പോൾ ആ ശങ്കരുവിന് വിശപ്പ് തുടങ്ങി. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തതാണ്. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും മുണ്ടുടുത്തേണ്ടത് ആഹ്ലാദ പ്രകടനമൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ, അതാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും കാണാം. ബായ്.